ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ചലഞ്ച് ചെയ്യാൻ പോകാം കേട്ടോ. A to Z ചലഞ്ചാണ് വരുന്നത്. ഞാനും പൊന്നുമാണ് ടീമായിട്ടാണത്, നിന്നും നന്ദും ടീമായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ റൂൾസ് എന്തൊക്കെയാണ് പറ. റൂൾസ് എന്ന് പറയാൻ 1.5 മണിക്കൂറാണ് നമുക്ക് ടൈം തന്നേക്കണം. മാക്സിമം ബഡ്ജറ്റ് 2000-നുള്ളിൽ, 2000-ൽ കൂടുതലാവാൻ പാടില്ല, 2000-ൽ കുറഞ്ഞാലും കുഴപ്പമില്ല. A to Z വരെയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനങ്ങൾ എടുക്കണം. അതാണ് നമ്മുടെ ചലഞ്ച്. 1.5 മണിക്കൂറാണ് വരുന്നത്. 1.25 മണിക്കൂറാണ് വരുന്നത്. നമ്മളിപ്പോൾ സെൻട്രൽ സ്റ്റോറിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മീറ്റപ്പ് ചെയ്യുന്നത് ഏറ്റവും ടോപ്പിൽ KFC-ലാണ് വരുന്നത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം സാധനം എടുക്കുകയാണെങ്കിൽ അത് ഡിസ്ക്വാളിഫൈ ആവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബില്ല് നോക്കിയിട്ടായിരിക്കും എന്താ പറയുക. അപ്പൊ അതുകൊണ്ട് കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ടീം അങ്ങനെ തന്നെ ഡിസ്ക്വാളിഫൈ ആവുന്നതായിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ 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 നമ്മൾ പോവാണ് ഗൈസ്. റിലയൻസിൽ പോണ ആദ്യം അവിടെ പോവാം. റിലയൻസിൽ പോവാ ഗൈസ്. കൂടെയുള്ള സാധനം ഇവിടെ ഓടി നടന്ന് എന്തൊക്കെയൊക്കെ എടുക്കുന്നുണ്ട്. റേറ്റ് പോലും നോക്കാണ്ടാണ് നമ്മൾ സാധനം എടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയത്തില്ല. അതേ ക്ലോക്കിൻ്റെ സൈഡും ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ ഞാൻ പറഞ്ഞു റേറ്റ് കുറഞ്ഞത് നോക്കി എടുക്കാനായിട്ട്. എന്താവോ എന്തോ നോക്കാം. അതെ, സ്ക്രബ് എടുക്കുന്നത് കേട്ടോ. S4 സ്ക്രബ്. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ഇത്രയും സാധനമാണ് കേട്ടോ വാങ്ങിച്ചത്. ഇത് നമുക്ക് ബില്ല് ചെയ്യാം. ഇനി നമുക്ക് ബില്ല് ചെയ്യാൻ പോകാം കേട്ടോ. ഇപ്പോൾ റിലയൻസിൽ വന്നേക്കാൻ കേട്ടോ. DIY നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പേയ്മെൻറ്റ് ഇഷ്യൂ വന്നായിരുന്നു, നെറ്റ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഉള്ളായിരുന്ന ഹോട്ട്സ്പോട്ട് എടുത്തിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. സമയമില്ല, നമുക്ക് ഇവിടെ നിന്നുള്ള പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉലുവയുടെ ഇംഗ്ലീഷ് പേര് അപ്പോൾ ഈ സാധനം എടുത്തു. K4 കെച്ചപ്പും H4 ഹാൻഡ് വാഷ്. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. 10 രൂപ. 10 രൂപ. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് ബില്ലടിച്ച് ഇറങ്ങാൻ പോണേ. DIY പോയി നോക്കാം. അവിടെ കിട്ടിയില്ലെങ്കിൽ ഇവിടെ തന്നെ വരാം. ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാ. ടൈം എത്രയുണ്ട്? ടൈം 29 മിനിറ്റ്. നമ്മളെ വെച്ച അഡോറിയുടെ ഒരു പെർഫ്യൂം, വെച്ച ഇയറിംഗ്, Z സിപ്ലോപ്പ് ആണ്. സമയത്തിന് ഞങ്ങൾ ഇവിടെ എത്തി. എല്ലാം കിട്ടിയില്ല, 1 ലിറ്റർ ഒഴികെ ബാക്കി എല്ലാം കിട്ടി. 1 ലിറ്റർ നമ്മള് പറയാം. എന്തായി അപ്പൊ നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു? ഒരു 15 മിനിറ്റ് സ്ലോ ആയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഗൂഗിൾ പേ ഒന്ന് ചതിച്ചതാണ് അല്ലെ. അതെ, ഇവിടെ ബില്ല് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുത്തു. ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ലേറ്റ് വന്നായിരുന്നു. അതിന്റെ ലേറ്റ് ഉണ്ട്. DIY നമുക്കൊരു പണി കിട്ടി. അതെ, അത് ഞങ്ങളുടെ കുഴപ്പമില്ല, ഓവർകം ഞങ്ങൾ ചെയ്യും അവരടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ. അപ്പൊ എന്തായാലും ബില്ല് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പൊ ഗൈസ്, നമ്മുടെ ചലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ഇനി നമുക്ക് ഓരോ സാധനങ്ങൾ ആയിട്ട് നമുക്ക് നോക്കാം. എല്ലാ സാധനങ്ങളും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതെ, ഞങ്ങൾക്ക് ഒരു ലെറ്റർ ഒഴികെ ബാക്കിയല്ല. ഞങ്ങൾക്ക് പക്ഷെ എല്ലാം കിട്ടി കേട്ടോ. ഗുണം സമയം പറയാ. ഓരോ സാധനങ്ങൾ വെച്ചിട്ട് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഡിസ്ക്ലൈമർ, ഞങ്ങളുടെ രണ്ടുപേരുടെ അടി റിച്ചാണ്. ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല. ആദ്യം ഞങ്ങൾക്ക് ടോട്ടൽ പറയാം. ടോട്ടൽ പറയാം. ഞങ്ങൾക്ക് ടോട്ടൽ പർച്ചേസ് ചെയ്തപ്പോ ആയത് 745 റുപ്പീസാണ്. ഞങ്ങൾക്ക് 1400 ആയത്. 2000-ന് താഴെ ആയിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ കുറച്ച് എല്ലാ വീട്ടിലും ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണല്ലോ. എന്തായാലും നമുക്ക് നോക്കാം. അതെ, ക്വാണ്ടിറ്റി. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെച്ചിട്ട് ഉള്ള സാധനം ഫസ്റ്റ് ഞങ്ങൾ എടുക്കാം. അപ്പൊ ഞങ്ങള് വെച്ചിട്ട് വാങ്ങിച്ചത് ആട്ടപ്പടി ആശീർവാദ്. ഓക്കെ, ഞങ്ങള് വെച്ച് എടുത്തേക്കണത് അഡോറയുടെ ഒരു സ്പ്രേ ആണ്. ഇതിന് എത്ര രൂപയാണ്? ഇതിന് 60 രൂപയാണ്. നിങ്ങൾക്ക് എത്രയാണ്? ഞങ്ങൾക്ക് അതിൽ നോക്കിയേ എത്രയാണ്? 74. അപ്പൊ ഇതില് പ്രൈസ് കുറവ് ഞങ്ങൾക്ക് കേട്ടോ. ബട്ട് നോക്കണേ, നമ്മുടെ വീട്ടിലെ ആവശ്യമുള്ള സാധനം. സ്പ്രേ ആവശ്യമുണ്ട്. 2 സ്പ്രേ ഇവിടെ ഇരിപ്പുണ്ട്. വർക്കിന് മുമ്പ് അടിക്കാം. എവിടെ വർക്കിന് മുമ്പ്
പിന്നെ കോളേജിൽ പോകുമ്പോ പിന്നെ ഓക്കെ ഓക്കെ അഡോറയുടെ സ്പ്രേ എ വെച്ച് ആശീർവാദ്. Then ഇനി ബി ബി വെച്ചിട്ട് നമ്മുടെ നിങ്ങൾ എടുത്തോ. ഞങ്ങള് ബി വെച്ച് ബട്ടർ മിൽക്കാണ് എടുത്തേക്കണം. ബട്ടർ മിൽക്ക് നമ്മൾ മലയാളത്തിൽ പറഞ്ഞ സംഭാരം എന്ന് പറയും. ബി വെച്ച് ഞങ്ങള് ബ്രൂ. ഓക്കെ ചായ ഇട്ട് കുടിക്കും. ഇതിന് 95 രൂപയാണ് കേട്ടോ ഞങ്ങളുടെ അയക്കുന്നത്. 25 രൂപ കേട്ടോ. 25. അത് കുറച്ച് എന്താ പറയാ കൊറേ നാള് പഴകിയിരിക്കണ സാധനം. വീട്ടില് ചായ ഉണ്ടാക്കി കുടിക്കണം. ഇത് ഒരു ദിവസത്തേക്കല്ലേ പറ്റുള്ളൂ. എത്ര നമുക്ക് ബ്ലോഗ് എടുത്ത് തളരുമ്പോ കുടിക്കാം. അവര് ശരിക്കും ഞങ്ങള് ഫിക്സഡ് അസറ്റ് പോലെ കുറെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. കൊമേഴ്സ് ക്ലാസ് അല്ല, ട്യൂഷൻ. പിന്നെ ഇനി നമ്മള് സി ഞങ്ങള് കപ്പ് ചായ കുടിക്കാൻ കപ്പ്. എന്തായാലും കോഫി ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ കപ്പ് ഞങ്ങള് സി വെച്ച് ചോക്കോസ്. 10 രൂപയുടെ ചോക്കോസ്. എങ്ങനെ വന്നാലും അതൊരു ദിവസത്തേക്കുള്ള ആയിസേ ഉള്ളത്. ചായ കുടിക്കാം. 30 റുപ്പീസിന് കപ്പ. 10 രൂപയുടെ ചോക്കോസ്. ഇനി കുറച്ച് ഫാസ്റ്റ് ഫുഡ് ആണ് തോന്നുന്നത്. നമ്മള് പക്ഷെ ഹെൽത്തി അല്ല ഫാസ്റ്റ് സംഭവമാണ്. മീൻസ് ജങ്ക് ഫുഡ് മാറിപ്പോയി. അതൊക്കെ ജങ്കാണ്. പഠിക്കാൻ പോവാതെ. ഇനി നമ്മൾ സി വരെ എത്തിയത് ഡി. ഞങ്ങൾ ഡി വെച്ച് ഡോളാണ് എടുത്തേക്കണേ. നമ്മുടെ ഡോഗിന്റെ ഡോളാണ് എടുത്തേക്കണത്. ഇതിന് നമുക്ക് 149 ആണ് ആയിട്ടുള്ളത്. ഞങ്ങള് ഡബിൾ ടേപ്പ് ആണ് എടുത്തേക്കുന്നത്. ഡബിൾ സൈഡ് ടേപ്പ്. ഞങ്ങള് 19 രൂപ ഞങ്ങളുടെ പൂപ്പിക്ക് കളിക്കാൻ വേണ്ടി പാവേനെ മേടിച്ചതാ. പൂപ്പിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 19 രൂപയായിട്ടുള്ളൂ അതിനായത്. ഇനി അടുത്തത് ഇ അല്ലേ. ഇ വെച്ചിട്ട് ഞങ്ങൾ എടുത്തേക്കുന്നത് ഒയ്യോ സത്യമായിട്ട് DIY ഞാൻ ഇത് നോക്കിയാണ് പോയത്. നന്നായി ഇത് എടുക്കാൻ കിട്ടിയില്ല. 49 റുപ്പീസ് ആണ് ഇതിനായേക്കുന്നത്. ഞങ്ങള് ഇയർ റിംഗ് ആണ് എടുത്തേക്കണത്. ഇതിനെത്ര? ഇതില് 59 റുപ്പീസ്. തരില്ല. 6 എനിക്ക് തരില്ല. എഫ് വെച്ച് ഞങ്ങൾ ഉലുവയാണ് എടുത്തേക്കണം. ഉലുവയുടെ ഇംഗ്ലീഷ് പേര് ഫെംഗോഗ്രീക്ക് അങ്ങനെ എന്തോ ആണ് ഇതിൽ എഴുതിയേക്കണത്. ഇതിന് എത്ര രൂപയെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 രൂപ. ഞങ്ങള് വാങ്ങിച്ചേക്കുന്നത് ഫേസ് മാസ്ക് ആണ്. ഇത് വീട്ടിലേക്ക് ഉപയോഗമുള്ള സാധനം. 103 സംതിങ് എന്താന്ന് തോന്നുന്നു ഇതിന്. പിന്നെ വീട്ടിലേക്ക് ഉപയോഗമുള്ള സാധനമുണ്ട്. ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞാനും വേണം ഞങ്ങളുടെ ഫേസിന്. അതെടുത്തു വെച്ചു. ജി നിങ്ങൾ എടുത്തില്ലെങ്കിൽ ഞങ്ങൾ എടുക്കാം. ജെൽ പെൻ ഒരെണ്ണം വാങ്ങിച്ച ഒരെണ്ണം ഫ്രീ. ലാഭം. 3 ഉണ്ട് ഒരു പാക്കിൽ. അങ്ങനെ 6 ഉണ്ട്. ജി ഫോർ ജെൽ പെൻ നിങ്ങൾ കണ്ടോ? A few moments later. ഗൂസ്ബെറി. ഞങ്ങള് ഗൂസ്ബെറി ആണ് എടുത്തേക്കണത്. ഒരു 2 ഗൂസ്ബെറിക്കും കൂടി എത്രയായി? 2 ഗൂസ്ബെറി. 2 ഗൂസ്ബെറിയാണ് ഞങ്ങൾ എടുത്തേക്കണ. ഗൂസ്ബെറിക്കും കൂടി 6 രൂപയാണ് 2 ഗൂസ്ബെറിക്കായത്. നെല്ലിക്കയാണ് ഞങ്ങൾ എടുത്തത്. ഇനി അടുത്തത് എച്ചിന് ഞങ്ങൾ എടുത്തേക്കണത് അതല്ല ഹാൻഡ് വാഷ് ആണ് ഞങ്ങൾ എടുത്തേക്കണത്. 10 രൂപയുടെ ഹാൻഡ് വാഷ്. ഞങ്ങൾ എടുത്തേക്കുന്നത് ഹൈഡ് ആൻഡ് സേക്ക് ബിസ്ക്കറ്റ്. ഇതിന് എത്ര തീറ്റ ഞങ്ങളൊരു വിചാരം. 10 രൂപ. എക്സ്പെൻസീവ് ആട്ടോ. ഓക്കെ ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഇഡ്ഡലി മാവ്. ഞങ്ങളും അമ്മയ്ക്ക് ഉപയോഗമുള്ള സാധനങ്ങൾ എടുത്തേക്കാം. വീട്ടിലേക്ക് ഉപയോഗമുള്ള ഞങ്ങൾ ഇൻസെൻസ് സ്റ്റിക്ക് ചന്ദനത്തിൽ 60 രൂപ. 60-ലും 15 കുറവ്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് നാളെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കി കഴിക്കാം. ഇതും കൊണ്ട് അമ്മ ചിരിക്കും. അതെ വെറൈറ്റി. അടുത്ത ലെറ്റർ നിങ്ങൾ ജെ വെച്ച് ഞങ്ങൾ ജാം. ഞങ്ങള് ജാഗരി. ഇതിനെത്ര? 90. 45 തോന്നുന്നു. ചായയിലിട്ട് കുടിക്കും. അല്ലെങ്കിൽ 25 രൂപയുടെ ജാമാണ്. വീട്ടിൽ ബ്രെഡ് ഇരിപ്പുണ്ട്. അപ്പൊ സെറ്റ്. അത് പിന്നെയാണ് ഞാൻ ഓർത്തത്. അമ്മ വേറെ മേടിച്ചായിരുന്നു. അമ്മ മേടിച്ച് വേറെ ബ്രെഡ് മിനിഞ്ഞാന്ന്. അടുത്തത്
കെ 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 എവിടെ? കെ ആ കെ വെച്ച് ഞങ്ങൾ നമ്മൾ നോറിന്റെ ഒരു സൂപ്പാണ് വാങ്ങിച്ചത്. ചിക്കൻ സൂപ്പായിരുന്നോ? ടൊമാറ്റോ സൂപ്പ്. ഞങ്ങൾ സൂപ്പ്, നോറിന്റെ ഒരു സൂപ്പ്. ഇത് എത്ര രൂപ? 10 രൂപ. അതങ്ങനെ വെച്ചോ, കുഴപ്പമില്ല. അപ്പൊ 15 രൂപ. ഓ നമ്മൾ ജയിച്ചു. ഉണ്ടല്ലേ? ഓക്കെ, ഇനി എൽ 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 വെച്ച് ഞങ്ങൾ ലെമൺ. ഞങ്ങള് ലെക്സിന്റെ സോപ്പ് 10 രൂപ. ഞങ്ങൾക്ക് 9 രൂപ. 1 രൂപ കുറവുണ്ട്. 10 രൂപ. സോപ്പ് വെച്ച് കുളിക്കാം. അതെന്തായാലും ഒരെണ്ണം വാങ്ങിച്ചാൽ പോരെ? രണ്ടെണ്ണം വാങ്ങിച്ചേ. ഞങ്ങൾ ഇരിക്കട്ടെ, അവർക്ക് വിഷമാവണ്ടായാലോ. പുളിയില്ല. എം ഫോർ മഞ്ച്. എം ഫോർ 10 രൂപ. കടുക്. അത്യാവശ്യമാണ്. 10 രൂപയുടെ മഞ്ചാണ് ഞങ്ങൾ മേടിച്ചത്. എത്രയായി? കടുകിന് എത്രയാ? ഞാൻ ആദ്യം ഫസ്റ്റ് 34 രൂപ. എമ്മിന് മസ്റ്റാർഡാണ് എടുക്കാൻ പോയത്. പിന്നെ ഇവർ എടുക്കുമെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അതെ 34. ഇനി ഞങ്ങള് എന്നിന് ഞങ്ങള് വാങ്ങിച്ചേക്കുന്നത് നട്ട്സ്. എന്നെ ഞങ്ങൾ മേടിച്ചേക്കണത് നോട്ട്ബുക്ക്. ഇവിടെ ട്യൂഷൻ പിള്ളേരുടെ കാരണം ഇവിടെ ട്യൂഷൻ പിള്ളേരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് 4 ലൈൻ ബുക്കാണ് മേടിച്ചേക്കുന്നത്. ട്യൂഷൻ പിള്ളേർക്ക് പഠിക്കാൻ, ട്യൂഷൻ പിള്ളേർക്ക് പഠിക്കാൻ എന്റെ വക സംഭാവന. അല്ല, ഞങ്ങൾക്ക് അറിയായിരുന്നു നോട്ട്ബുക്ക് ഇവർ എടുക്കും, അല്ലെങ്കിൽ നോട്ട് പാഡ് ഇവിടെ എടുക്കും എനിക്ക് അല്ല, അറിയാം. സംഭവം പറഞ്ഞു തരട്ടെ എന്താ നടന്നെന്ന് വെച്ചാൽ നോട്ട്ബുക്ക് എടുത്തത് ഇവര് കണ്ട്. ഞങ്ങൾ അല്ലെങ്കിൽ നോട്ട്ബുക്ക് എടുക്കില്ലായിരുന്നു. കാരണം അതൊക്കെ കോമൺ ആയിട്ടുള്ള സാധനമാണ് ഇവർ എടുക്കുന്ന അറിയാം. അത് നമ്മുടെ വീഡിയോയിലുണ്ട്. അതന്നെ, ഞങ്ങൾ വെറൈറ്റി ആയിട്ട് എടുക്കണമെന്ന് നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഓയല്ലേ പറഞ്ഞത്? ഓ വെച്ച് ഞങ്ങള് ഒറിഗാമി പേപ്പറാണ്. ഒറിഗാമി പേപ്പർ ക്രാഫ്റ്റ് ട്യൂഷൻ പിള്ളേർക്ക് എക്സാം എഴുതുമ്പോ ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തു. ഞങ്ങൾ എടുത്തേക്കുന്നത് വീട്ടിലേക്ക് ആവശ്യമായിട്ട് ഓണിയൻ 3 കിലോ. ഇത് ഞങ്ങക്ക് 50 രൂപ. അതൊരു അബദ്ധം പറ്റിയതാണ്. ഇവൾക്ക് പറ്റിയ അബദ്ധമാണ്. ഇവിടെ 39 എന്നാണ് വിചാരിച്ചത്. അത് പക്ഷെ 1 കിലോക്ക് എന്തോ ആയിരുന്നു. പക്ഷെ അത് 3 കിലോ ആയിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, സവാളയല്ലേ ആവശ്യമാണ് എല്ലാ ദിവസവും. സവാള അമ്മ ബിഹൈൻഡ് ദ സീൻ. ഇനി അടുത്തത് പി. ഞങ്ങള് പേസ്റ്റ്. വീട്ടിലെ ആവശ്യമുണ്ട്, ആവശ്യമുള്ള സാധനമാണ് പേസ്റ്റ്. കിട്ടാ ഞങ്ങൾ പി വെച്ച് പപ്പടം. ഞങ്ങൾ എടുക്കാൻ പോയതാ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും എടുക്കും, അവരെടുക്കും. നല്ലൊരു വീഡിയോ ഉണ്ട്. 35 രൂപയുടെ പി. അതെ, വീഡിയോ ഉണ്ട്. ഞങ്ങൾ ആദ്യം എടുത്തു, എന്നിട്ട് പിന്നെ അത് മാറ്റി വെച്ചു. ഞങ്ങൾ ആദ്യം പേസ്റ്റ് എടുക്കാൻ പോയി, പിന്നെ ഞങ്ങളോട് വെച്ചു. ഞങ്ങൾക്ക് അത്യാവശ്യം ഓക്കെ, പല്ലേക്കാറ് ഇല്ല, ഇവിടെ ആവശ്യമുണ്ട്. എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട്. ഓക്കെ, അടുത്തത് ക്യൂ. ക്യൂ വെച്ച് ഞങ്ങൾ ക്യൂയിൽ എഗ്. ഈ വണ്ടി ഇപ്പോഴാണ് ഞങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അമ്മ പുഴുങ്ങി തന്നോട്ടാ. ഞങ്ങളും ഇത് തന്നെയാണ് ഞാൻ എടുക്കില്ല എന്ന് വിചാരിച്ചാണ്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ക്യൂ വെച്ച് വേറൊരു ഉണ്ടായി, കസ്റ്റർ ഓട്സ് ഉണ്ടായി. പക്ഷെ അതിന് 428 രൂപ വലിയ എന്തുദ്ദേശത്തിലാണ് എടുക്കില്ല എന്ന് പറയണ? യുവർ സിസ്റ്റർ ഈസ് വെരി ഇന്റലിജന്റ്, യു നോ. സിസ്റ്റർ ഈസ് വെരി ഇന്റലിജന്റ്, യു നോ. ഞങ്ങൾ അതാണ് ഫസ്റ്റ് എടുത്തത്. കുക്കർ ഓട്സ് ആണ് ഫസ്റ്റ് എടുത്തത്. പക്ഷെ റേറ്റ് ഞങ്ങൾക്ക് പറ്റാത്തോണ്ട് ഞങ്ങൾ ആദ്യമേ പോയി ഇതാണ് എടുത്തത്. കാരണം ഓട്സ് അത്രയും പൈസ കിട്ടിയിട്ട് കാര്യമില്ല, ആരും കഴിക്കും. അപ്പൊ അത് സെയിം അല്ലേ? ഉണ്ടായില്ല. ഇത് ക്യാൻസൽ ചെയ്ത് നിങ്ങളുടെ അടുക്കള. നമ്മളിത് ആദ്യം റബ്ബർ ബാൻഡ്. വെറുതെ ഇരിക്കട്ടെ, റബ്ബർ ബാൻഡ് എന്തെങ്കിലും കെട്ടി വെക്കാം. അയ്യോ, 30 രൂപ. ആഹാ, ഇതിന് എത്രയാണ്? 10 രൂപ. ഇല്ല, അതിന് റേറ്റ് ഉണ്ടാവും. അതിന്റെ റേറ്റ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇത് എടുക്കാണ്ട്. ഇവിടെ ഉണ്ട് 99 രൂപ. നമ്മളത്ര ആവശ്യമുള്ള സാധനമാണ്. ഹൈജീൻ. നമ്മളത്ര എക്സ്പെൻസീവ് ആവാൻ പാടില്ല. അത് മാത്രമേ ഉള്ളൂ. ഞങ്ങള്
ഞങ്ങൾ പിന്നെ ഹൈജീൻ ഇല്ലല്ലേ, ഞങ്ങൾ ഹൈജീൻ ഉണ്ട്. സോപ്പ് ഞങ്ങൾ ആദ്യം സോപ്പ് ഉണ്ടായി. ലൈഫ് പാത്രമൊക്കെ കഴുകാൻ വേണ്ടി സ്ക്രബ്. ഞങ്ങൾ ആദ്യം പോയി നോക്കിയായിരുന്നു. സ്ക്രബ് കിട്ടി. അപ്പൊ ഞങ്ങൾക്ക് 10 രൂപ. പിന്നെ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. 10 10 രൂപ. അതിന് 9 എന്തോ. 9 ഞങ്ങള് ലൈഫ് ബോയ് 10 രൂപ. ഞങ്ങൾ ആദ്യമേ സോപ്പ് എടുത്തായിരുന്നു. അപ്പൊ സ്ക്രബ് എടുക്കാൻ പറ്റി. ഓക്കെ. ടീ ഞങ്ങളെ കാണിച്ച സോപ്പ് ആദ്യം. ടിക് ടാക്. ടിക് ടാക്. അപ്പൊ അത് പോയി. അപ്പൊ അത് ക്യാൻസൽ ആയി പോയി. ഇത് കമ്പനിക്കാണ്. അതും പോയി. അത് ഒരേ കളർ തന്നെ മേടിച്ചത്. Then യു 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 വെച്ച് ഞങ്ങൾ ഉജാല. അത് തന്നെ ഉജാല. അമ്മക്ക് ഉജാല. അത് ക്യാൻസൽ ആയിരിക്കുന്നു. അടുത്തത് വി. വി ഫോർ വാനിഷ്. ഞങ്ങൾ വി ഫോർ ഹൈജീൻ ആണ്. വെർമിസെല്ലി. ഓ ഞങ്ങളത് ആലോചിച്ചാണ് എടുക്കണോന്നിട്ടില്ല. പായസം ഉണ്ടാക്കാം, ഉപ്പുമാവ് ഉണ്ടാക്കാം. അമ്മയുടെ ബർത്ത്ഡേ തന്നെ അമ്മ പായസം ഉണ്ടാക്കി. ഉപ്പുമാവ് തിന്നാത്ത ടീംസാണ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത്. വെർമിസെല്ലിയുടെ ഉപ്പുമാവ് എനിക്ക് ഇഷ്ടം. ഓക്കെ, അടുത്തത് നിങ്ങളാണ്. ഡബ്ല്യു. ഡബ്ല്യുക്ക് ഞങ്ങൾ വാട്ടർ 20 രൂപ. വൈബ്സ് അതെത്രയാ? 40 രൂപ. 4 രൂപ വൈബ്സ് ആണ്. ഞങ്ങൾ 20 രൂപയുടെ വെള്ളം. വൈബ്സ്. കുറച്ച് വെള്ളം ഞങ്ങൾ കുടിച്ചതാണ് അങ്ങനെ ഇരിക്കണം. അടുത്തത് ഡബ്ല്യു എക്സ്. എക്സിന് ഞങ്ങൾക്ക് കിട്ടിയില്ല, പക്ഷെ ഇവര് കാണിച്ചു പണി അവർ കാണിച്ചു തരും. ഞങ്ങൾ വാങ്ങിച്ചേക്കുന്നത് എക്സൽ പാഡ്. അത് കുഴപ്പമില്ല. ശരിക്കും ഇത് ഒന്നും കിട്ടില്ല. എക്സൽ പാഡ് ആണ്. അതെ അതെ എക്സലിന് മൊത്തം കമന്റ് ഇടൂ ഗൈസ്, കമന്റ് ഇടൂ. എക്സൽ പാഡ് എന്നല്ല നിങ്ങൾ കടയിൽ ചെന്നിട്ട് പറയുന്നത്. അല്ലാണ്ട് വിസ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് എക്സൽ എടുത്ത് തരുമോ? അത് വിസ്പർ എന്ന് പറഞ്ഞിട്ട് എക്സൽ വേറൊരു കാര്യം പറയാം. നിങ്ങളുടെ കമന്റ് ഇടും. എക്സ് വെച്ച് വേറെ സാധനം കിട്ടേമില്ല. എക്സ് വെച്ച് സൈലോഫോൺ ഉണ്ടായി, പക്ഷെ 350 രൂപ. പക്ഷെ സൈലോഫോൺ വെച്ച് ഇവിടെ കളിക്കാൻ വേറെ ആരുമില്ല. എക്സ് പെട്ടെന്ന് കിട്ടിയത് വേണം നമ്മളെടുത്തു. ഓക്കെ, വൈ. അവർ ഇന്റലിജന്റ്. വൈ ഫോർ യോഗട്ട്. ഇപ്പി 5 രൂപയുടെ ഞങ്ങൾ 30 രൂപയുടെ യോഗട്ട്. Then last and final dessert. സെറ്റ് വെച്ച് ഞങ്ങൾ എടുക്കുകയാണെങ്കിൽ ബ്രഷ് 6 സാക്കിന്റെ ബ്രഷ്. സിപ്പ് ബാഗ്. സിപ്പ് ബാഗ്. എന്തിനാ തോന്നുന്നു? എന്തെങ്കിലും ഇട്ടോക്കാം. എന്തിട്ട് ഉപകാരം ഇല്ലാത്ത കുറെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്. പൈസ നമുക്ക് ഇതില് എന്തൊക്കെ അവർക്ക് തന്നെ അറിയില്ല എന്ത് ഉപയോഗിക്കുന്നത്. ഐലൈനർ ഇടാ, സാധനങ്ങളൊക്കെ ഇടാ. പിന്നെ എന്തിനാ ബാഗ് എന്തിനാ? എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് പിടിച്ച് സത്യം പറഞ്ഞ അവർക്ക് അറിയില്ലായിരുന്നു. അവർ തിരിച്ചു നോക്കിയിട്ടാണ് ബാഗിൽ ഓർഗനൈസ് ചെയ്യാം. അവർക്ക് അറിയില്ലായിരുന്നു. അവര് തിരിച്ചു നോക്കിയിട്ടാണ് അവര് പറഞ്ഞത്. അതെ മനസ്സിലായി. ഇതിലെന്തൊക്കെ ഇട്ടോ കൂടെ വന്ന ആൾക്കാർ എന്താ മനസ്സിലായി. ഞാനെടുത്ത് കൊടുത്തത്. എന്നിട്ട് തിരിച്ചു നോക്കണത് കേട്ടാ. പക്ഷെ ഇത് വലിയ ഉപയോഗമൊന്നും ഇല്ലാത്ത സാധനമാണ്. പെട്ടെന്ന് കീറിപ്പോകും. അതിന് എത്ര രൂപ? എത്ര രൂപയാണ്? നമ്മള് 90 രൂപ. ക്വാളിറ്റി ഒന്നും നോക്കൂല നമ്മള്. പൈസകൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ചാലഞ്ചില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പ് ചെയ്യണം. അതാണ് ചാലഞ്ച്. എന്തായാലും 2000 അണ്ടറിൽ വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പൊ ഞങ്ങള് നല്ല യൂസ്ഫുൾ ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് എല്ലാം വാങ്ങിച്ചേക്കുന്നത്. ഞങ്ങള് ബുദ്ധിപൂർവ്വം കളിച്ച് ഇവര് ബുദ്ധി ഇല്ലാണ്ട് കളിച്ചു. അവര് ഞങ്ങൾ വിട്ടുകൊടുക്കുന്നു. ഈ ചലഞ്ച് അവര് ജയിച്ചോട്ടെ. അല്ല വേറൊരു കാര്യമില്ല, ഈ ചലഞ്ചിൽ ശരിക്കും ഒരു ഡിസ്ക്വാളിഫൈഡ് ആണ്. സമയം തെറ്റിയാണ് ഇവർ വന്നത്. 1 hour 15 minutes കഴിഞ്ഞ് 16 minutes എക്സ്ട്രാ എടുത്തിട്ടാണ് ഇവർ വന്നത്. അത് പക്ഷെ ഞാൻ പറയാം. DIYയിലും അതേപോലെ തന്നെ ഞങ്ങൾക്ക് റിലയൻസിലും ഞങ്ങൾക്ക് നല്ല രീതിയിൽ ലാഗായി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേ പണി തന്നാണ്. നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. ഞങ്ങള് വലിയ തിരക്കുണ്ടായി. ഇല്ല ഇവിടെ ഒറ്റയ്ക്ക് കൊടുക്കണായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിന് മുന്നേ അത് രണ്ടാമത് കയറിയതാണ്. ആദ്യം കയറിയപ്പോ നല്ല. അത് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ടൈം ഔട്ട് ആയിട്ട് ഞങ്ങൾക്ക് അത് അടുത്ത പ്രശ്നം വീണ്ടും ബില്ല് ചെയ്യാൻ ടൈം ഔട്ട് ആയി. അപ്പൊ പക്ഷെ അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇവര് തന്നെയാണ് വിളിച്ചോണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ നെറ്റ് കട്ടാവും. പിന്നെ സമയം കഴിഞ്ഞാ വിളിക്കണ്ടേ? സമയം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വിളിച്ചത്. സമയം തീരണവരെ സമയത്ത് 1 hour 15 minutesനുള്ളിൽ ഞാൻ ഇവരാരെയും വിളിച്ചിട്ടില്ല. അവരിങ്ങോട്ട് വിളിച്ചോളാം. സമയം കഴിഞ്ഞെന്ന് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവര് വിളിച്ചത്. ഓക്കെ, അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾ വിട്ടുകൊടുത്തു. ക്വാളിഫൈഡ് ആണ് ഗൈസ്.
കുഴപ്പമില്ല. അപ്പൊ ഇതില് വിന്നർ ആരാന്ന് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യും. അത് മതി. ആ ഓക്കെ, നിങ്ങൾ ഡിസൈഡ് ചെയ്തോളൂ നിങ്ങൾ വിന്നർ എന്നുള്ളത്. ഇവർക്കൊരു സാധനം കിട്ടിയിട്ടില്ല, അത് നിങ്ങൾ ആലോചിക്കണം. ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും 2-3 സാധനങ്ങൾ കോമൺ ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കിട്ടി. ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഷോപ്പ് ചെയ്തത്. ഞങ്ങൾക്ക് എന്താ ഞാൻ പറയാം, രാവിലെ പല്ലേക്കാൻ ബ്രഷ് കിട്ടി, കുളിക്കാൻ ഞങ്ങൾക്ക് സോപ്പ് കിട്ടി, ഷേവ് ചെയ്യാൻ റൈസർ, അതെ, പിന്നെന്താ, പിന്നെ പേസ്റ്റ്, ചായ കുടിക്കാൻ രാവിലത്തെ ചായപ്പൊടി കിട്ടി, കാപ്പിപ്പൊടിയാണ് ഗൈസ്. കാപ്പിപ്പൊടി ഉണ്ട്. അതിന് വേണ്ടിട്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞങ്ങൾക്ക് ഇഡ്ഡലി മാവുണ്ട്, ഉണ്ട്, പിന്നെ സവാള ചട്നി ഇവർക്ക് തീറ്റാന്നുള്ള വിചാരമുള്ളൂ. ഞങ്ങൾക്ക് അതാണ്. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ ആട്ടമാവുണ്ട്. പിന്നെ എനിക്ക് പഠിക്കാൻ പേനയുണ്ട്, എനിക്ക് എഴുതി പഠിക്കാൻ ഒറിഗാമി. ഞങ്ങളെല്ലാരും എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. അപ്പൊ ഞങ്ങള് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് മേടിച്ചേക്കുന്നത്. ചോറിന് തന്നെ പപ്പടമുണ്ട്. അപ്പൊ കൂടുതൽ നമ്മൾ സംസാരിച്ച ചിലപ്പോൾ അടിയാകും. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.